ഹായ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടന്നത് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണല്ലോ. ഈ റവല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മാക്സിമിലിയൻ റോബസ്പിയർ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് രൂപം കൊണ്ട ജേക്കോബിയൻ ക്ലബിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലീഡറുമായിരുന്നു റോബസ്പിയർ. ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്നീ ആശയങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു ജേക്കോബിയൻ ക്ലബ്ബുകളുടെ പ്രവർത്തനം. ഫ്രാൻസിലെ മധ്യവർഗത്തിൽപ്പെട്ട ആർട്ടിസൻസ്, ലോയേഴ്സ്, ടീച്ചേഴ്സ് എന്നിവരൊക്കെ ഈ ക്ലബിൽ അംഗമായി. പാരീസിലെ സെയിൻറ്റ് ജേക്കബ് സ്ട്രീറ്റിൽ വച്ചാണ് ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലബിന് ജേക്കോബിയൻ ക്ലബ്ബ് എന്ന പേര് വന്നത്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ടുണ്ട്. വിവിധ യൂറോപ്യൻ നഗരങ്ങളിൽ വിദ്യാർത്ഥികളും സ്റ്റുഡൻസും മിഡിൽ ക്ലാസും ജേക്കോബിയൻ ക്ലബ്ബുകൾ രൂപീകരിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യുവാൻ ഫ്രഞ്ച് സേന മറ്റ് യൂറോപ്യൻ നഗരങ്ങളിലേക്ക്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. ജേക്കോബിയൻ ക്ലബ്ബിലെ അംഗങ്ങൾ ഈ ഫ്രഞ്ച് സൈന്യത്തെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. അവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും ജേക്കോബിയൻ ക്ലബ്ബ് തന്നെ. ഫ്രാൻസിൽ നെപ്പോളിയൻ രാജാവായിരിക്കെ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ റിഫോംസിനെയാണ് സിവിൽ കോഡ് ഓഫ് 1804 എന്ന് പറയുന്നത്. ഇതിനെ നെപ്പോളിയാനിക് കോഡ് എന്നും പറയാറുണ്ട്. നമുക്കറിയാം, ഫ്രാൻസിൽ ഒന്നാം എസ്റ്റേറ്റിൽ പെടുന്ന പുരോഹിതർക്കും രണ്ടാം എസ്റ്റേറ്റിൽ പെടുന്ന നോബിൾസിനുമൊക്കെ ചില പ്രിവിലേജസ് ഉണ്ടായിരുന്നു. അവർ ജനിക്കുമ്പോൾ കിട്ടുന്ന പ്രിവിലേജാണ്. നെപ്പോളിയൻ കൊണ്ടുവന്ന പരിഷ്കാരം, നെപ്പോളിയൻ്റെ കോഡ്, ഈ പ്രിവിലേജുകൾ ഇല്ലാതാക്കി. സിവിൽ കോഡ് ഓഫ് 1804 ആൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ഇക്വാളിറ്റി ബിഫോർ ലോ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം സിംപ്ലിഫൈ ചെയ്യുകയും ഫ്യൂഡൽ സമ്പ്രദായം ഇല്ലാതാക്കുകയും ചെയ്തു. നെപ്പോളിയൻ്റെ കീഴിൽ ഫ്രാൻസ് കീഴ്പ്പെടുത്തിയ എല്ലാ പ്രദേശങ്ങളിലും അവർ ഈ നെപ്പോളിയാനിക് കോഡ് നടപ്പിലാക്കിയിരുന്നു. ആദ്യകാലങ്ങളിൽ ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ നെപ്പോളിയനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുവെങ്കിലും പിന്നീട് നെപ്പോളിയനുമായി പ്രശ്നങ്ങൾ, നെപ്പോളിയൻ്റെ റിഫോംസുമായി അവർക്ക് ഒത്തുപോകാൻ സാധിക്കാതെ വന്നു. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഡിഡ് നോട്ട് ഗോ ഹാൻഡ് വിത്ത് പൊളിറ്റിക്കൽ ഫ്രീഡം. നെപ്പോളിയൻ തങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ടാക്സേഷൻ, സെൻസർഷിപ്പ് എന്നിവയെല്ലാം ആൾക്കാരുടെ ഇടയിൽ നെപ്പോളിയന് ഒരു നെഗറ്റീവായിട്ടുള്ള പ്രതിച്ഛായ നൽകി.